ആലാരം ബി വാസുദേവൻ അദ്ദേഹം നടത്തുന്ന ഈ ഒരു സ്ഥാപനത്തിൽ വന്നു ചേരണം, എന്തെങ്കിലും വരണം എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. ദീർഘകാലം ഭിലായിൽ പത്രാധിപ സ്ഥാനം അലങ്കരിച്ച ശ്രീ കെ രവീന്ദ്രനാഥ് അവർ ചിരകാലമായി എൻ്റെ ആദരണീയ മിത്രമായ ഫാദർ വർഗീസ് ബാഹേത്തച്ചൻ, ശ്രീ കെ രവീന്ദ്രൻ അവർ, ശ്രീ ജി ഹരിദാസ് അവർ, അതുപോലെ കെ ജി വാസുദേവൻ അവർ, അദ്ദേഹം കോന്നിക്കാരനാണ് അല്ലേ, അതുപോലെ രവീന്ദ്രൻ അവർ, ബിനു വാര്യത്ത്, പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സെക്രട്ടറി നിഷ, എന്താണ് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ കുഞ്ഞുങ്ങളുള്ള വേദി, കൂടുതൽ വനിതകളുള്ള വേദി, ഏറ്റവും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഈ വേദിയിലായി വരുന്നു. എൻ്റെ ഭാഷണ ശൈലി സചിത്ര ഭാഷണമാണ്, പിക്ചോറിയൽ സ്പീച്ച് എന്ന് പറയും. വാക്കും വരെയും സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രീതിയാണ് ഞാൻ അവലംബിക്കാറുള്ളത്. കുഞ്ഞുങ്ങളുള്ള വേദിയിലാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് സംവദിക്കുക. ഓരോ കാലഘട്ടത്തിലെ മാറ്റം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷം മുമ്പ് ഞാൻ ഈ സചിത്ര ഭാഷണ പരമ്പരയുമായി ലോകം ചുറ്റാൻ തുടങ്ങിയപ്പോൾ അന്ന് ആ തലമുറ ആവശ്യപ്പെട്ടിരുന്നത് സ്വാമി വിവേകാനന്ദനെ വരയ്ക്കാനും അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിനെയൊക്കെ വരയ്ക്കാനാണെങ്കിൽ, ഇന്ന് കൊറിയയിലുള്ള BTSന്റെ ഗായകരെ വരയ്ക്കാൻ ഒക്കെ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ ജിമിനെയോ, അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ജിമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നോ മോളെ? ആയിരുന്നു. അവിടെ BTS ആമയുടെ ആളുകൾ ഇപ്പോൾ, അതല്ലെങ്കിൽ ബ്ലാക്ക് പിങ്കിൻ്റെ ആളുകളെ വരയ്ക്കാനോ ഒക്കെ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ലോകം മാറിയിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്നതും നിരന്തരം ഐ എം ട്രൈങ് ടു റീഡിസൈൻ മൈസെൽഫ്, ഐ എം ട്രൈങ് ടു റീജുവിനേറ്റ് മൈസെൽഫ്. എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ചവരും ഈ നൂറ്റാണ്ടിൽ ജനിച്ചവരും തമ്മിൽ സംഭാഷണം പോലും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ച ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ പുതിയ തലമുറയുടെ ഭാഷയിൽ ഒബ്സൊലീറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ കാലഹരണപ്പെട്ടവരാണ്. എങ്ങനെ കാലഹരണപ്പെട്ടെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനിവിടെ ജിമിൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ജിമിനെ അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തും. അല്ലെങ്കിൽ BTSനെയോ ബ്ലാക്ക് പിങ്കിനെയോ അവിടെ അറിയുന്നു. ഇവിടെ ജിമിൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അറിയില്ല, അത്രയും അന്തരമുണ്ട്. അതല്ലെങ്കിൽ BTS എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പുതിയ തലമുറയ്ക്കല്ലാതെ പഴയ തലമുറയ്ക്ക് അറിയില്ല. BTS എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തും. അവിടെ എല്ലാം പുതിയ തലമുറയെല്ലാം കൈ ഉയർത്തും. ഇവിടെ ഇരിക്കുന്ന ആരോട് ചോദിച്ചാലും അതറിയില്ല. അപ്പം എങ്ങനെയാണ് സംവദിക്കുന്നത്? ഒരേ വേവ് ലെങ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് സംവാദം സാധ്യമാവുകയുള്ളൂ. അപ്പം ഞാനിവിടെ നിന്നുകൊണ്ട് കമ്മ്യൂനെ കുറിച്ചോ കാഫ്കയെ കുറിച്ചോ ദസ്തേവ്സ്കിയെ കുറിച്ചോ ഒന്നും പ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല. കാര്യം 2 വേവ് ലെങ്താണുള്ളത്. അതല്ലെങ്കിൽ സൂഫി സംഗീതത്തെക്കുറിച്ചോ ഖവാലിയെക്കുറിച്ചോ ഉസ്താദ് രാഹത്ത് ഫത്തേ അലി ഖാൻ്റെ നമ്മളെ മനം മയക്കുന്ന തരത്തിലുള്ള സംഗീതത്തെക്കുറിച്ചോ, അതല്ലെങ്കിൽ മെഹദി ഹസൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗസലിനെ കുറിച്ചോ ഒന്നും സംവദിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അറിയുന്നതല്ല ആ രാജ്യങ്ങളിൽ കാണുന്നത്. അത് ടേസ്റ്റ് തന്നെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് പോലും കണ്ടീഷനിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പൂർവികർ, അതല്ലെങ്കിൽ നമ്മളുടെ പേരൻസ്, അതല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ, ഇവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് നമ്മളുടെ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ച് ചോദിച്ചാൽ പുതിയ തലമുറ ഏതായാലും ഒരു 5-6 വർഷം മുമ്പ് പറയും, എൻ്റെ സാറേ ഞാൻ ബുക്കൊന്നും കൈകൊണ്ട് തൊടാറില്ല, ഞാൻ ആകെ കൈകൊണ്ട് തൊടുന്ന ബുക്ക് മാർക്ക് സുക്കർബർഗിൻ്റെ ഫേസ്ബുക്ക് മാത്രമാണ്. പക്ഷെ ഇന്ന് അത് വീണ്ടും മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ പറയും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന തന്നെ വൃദ്ധരാണ്, ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ ആളുകളാണ്. ആരാണ് ഈ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നത്? അത്രയും പെട്ടെന്ന് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ദിവസവും പുതിയ തലമുറ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ആരാണ് മിടുക്കർ
എന്ന് നമ്മൾ ചോദിക്കും. ഇപ്പം വാസുദേവൻ സാറ് ചോദിക്കും പിന്നെ ആരാണ് മിടുക്കർ. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംഗീതത്തെക്കുറിച്ച് മോഹൻലാൽ പറയുന്ന പോലാണ്, സംഗീതത്തെക്കുറിച്ചും കലയെക്കുറിച്ചും ഒക്കെ അപാരമായ അറിവുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ KG വാസുദേവൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞാലും KK രവീന്ദ്രനാഥ് സാറിനെ കുറിച്ച് പറഞ്ഞാലും എല്ലാവരും എല്ലാ സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും അവഗാഹമുള്ളവരാണ്. പക്ഷെ ആരാണ് മിടുക്കരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഏറ്റവും പുതിയ മൊബൈൽ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് തന്ന് എൻ്റെ കയ്യിലും തന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ആരാണ് മിടുക്കർ. നിങ്ങൾ തന്നെയാണ് മിടുക്കർ. ഞാനെപ്പോഴും പറയും, പുതിയ തലമുറ എന്ന് പറയുന്ന അപ്ഗ്രേഡഡ് വേർഷനാണ്. ഒരു മൊബൈൽ ഫോണിൻ്റെ ആയാലും ഫ്രിഡ്ജിൻ്റെ ആയാലും കമ്പ്യൂട്ടറിൻ്റെ ആയാലും അപ്ഗ്രേഡഡ് വേർഷനാണ് എപ്പോഴും കുറെ കൂടി നല്ലത്. ഞങ്ങളെക്കാൾ 100 ഇരട്ടി വേഗതയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തലച്ചോറിൻ്റെ വികാസമുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെക്കാൾ കേവന്മാരായിട്ട് ഞങ്ങൾ മാറുന്നത്? പക്ഷെ നിങ്ങൾക്ക് ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഭയങ്കര ഫാസ്റ്റാണ്. നിങ്ങൾ ഫാസ്റ്റ് ആയതുകൊണ്ടാണ് സ്പീഡ് കാർട്ടൂണിങ് എന്ന് പറയുന്ന നിമിഷ നേരം കൊണ്ട് വിജയിയെയും സൂര്യയെയും അതല്ലെങ്കിൽ സിനിമാ താരങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന BTSന്റെ ടീമംഗങ്ങളെയും ഒക്കെ വരച്ചുകൊണ്ട് ലോകത്തിന്റെ 24 രാജ്യങ്ങളിൽ പോയി പ്രഭാഷണം നടത്താൻ എനിക്ക് അവസരം കിട്ടിയത്. കാര്യം പേശലമല്ലൊരു വസ്തുവും ഇല്ലെങ്കിൽ പ്രേക്ഷകനില്ലെന്നാൽ എന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകനില്ലെങ്കിൽ ഒരു കാര്യവും ഒരു കലയ്ക്കും സൗന്ദര്യമില്ല. അതുകൊണ്ട് പ്രേക്ഷകന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ വിഭവങ്ങൾ കൊടുക്കുന്നതാണ് എപ്പോഴും ഇഷ്ടമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ചിലപ്പോൾ EMSനെ വരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം, എനിക്കതല്ലെങ്കിൽ കാഫ്കയോ കമ്മ്യൂവിനെ പോലെയുള്ള വലിയ എഴുത്തുകാരെ വരയ്ക്കുന്നതായിരിക്കും എനിക്കിഷ്ടം. അതല്ലെങ്കിൽ ഇത്തവണ സാഹിത്യത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ അബ്ദുൾ റസാഖ് ഗുർണയെ വരയ്ക്കുന്നതായിരിക്കും. അദ്ദേഹം ടാൻസാനിയൻ എഴുത്തുകാരനാണ്. അബ്ദുൾ റസാഖ് ഗുർണയുടെ രചനകൾ എന്നെ എപ്പോഴും പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ നിങ്ങളോട് അബ്ദുൾ റസാഖ് ഗുർണ എന്ന് പറഞ്ഞാൽ അതാരാണ് സാറേ, ഇതിങ്ങനൊരു പേര് കേട്ടിട്ടില്ലല്ലോ എന്നേ പറയുള്ളൂ. ലോകത്തെ സാഹിത്യത്തിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ പേരാണ്. പക്ഷെ അവിടെ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ വിജയിയുടെ 5 സിനിമയുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും തുപ്പാക്കി, എന്താണ് കത്തി, പുലി, പിന്നെന്താ ഭൈരവ, സർക്കാർ, പിന്നെ മെഴ്സൽ, അല്ലേ? ഒരുപാട് ബിഗിലേ എന്ന് ഞാൻ വിളിക്കാമെങ്കിൽ നിങ്ങൾ പറയും ബിഗിൽ സിനിമയിലെ വിജയിയുടെ ആ ഒരു ബിഗിലേ എന്നുള്ള അതും എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതല്ലെങ്കിൽ ഒരു അറബി പറഞ്ഞാൽ പോലും സിനിമയുടെ ഭാഷയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതല്ലെങ്കിൽ ഹോം സിനിമയിലെ ഇന്ദ്രൻസിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറെ കൂടെ ആ സിനിമ വളരെ കറക്റ്റാണ്. പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ ഒക്കാതെ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഉദാഹരണമാണ് ഹോം സിനിമ. ഹോം സിനിമയിൽ ഇന്ദ്രൻസും മകനും തമ്മിലുള്ള ആ ശ്രീനാഥ് ഭാസിയുടെ കഥാപാത്രവും തമ്മിലുള്ള വ്യത്യാസമാണ് പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ളത്. കാര്യം ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇരിക്കുന്ന ഇന്ദ്രൻസും അതുകൊണ്ട് എന്തൊക്കെ അത്ഭുതങ്ങൾക്കും എന്ന് അറിയുന്ന പുതിയ തലമുറയും തമ്മിലുള്ള ആ അന്തരം തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പഴയ തലമുറയാണോ പുതിയ തലമുറയാണോ മെച്ചമെന്ന് ചോദിച്ചാൽ പഴയ തലമുറയ്ക്ക് വലിയൊരു ഗുണമുണ്ട്, അവർ മനനം ചെയ്യും, ചിന്തിക്കുന്ന കാര്യങ്ങളോട് അവർക്ക് വലിയ ഇഷ്ടമാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ചിന്തിക്കുന്നവനാണ് മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. ഗുരുദേവനോടും സ്വാമി വിവേകാനന്ദനോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഇത്രയും വലിയ പണ്ഡിത ശ്രേഷ്ഠരായ നിങ്ങൾക്ക് കൊച്ചുകുട്ടികളുമായി സംവദിക്കാനൊക്കുന്നത്? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഒരു കൊച്ചുകുട്ടി എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയായിട്ട് മാറും, ഞാൻ വേദാന്തമൊന്നും പറയില്ല, അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ സംവദിക്കാനൊക്കും. സ്വാമി വിവേകാനന്ദൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മുന്നിലുള്ള വേദികളിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഡോറയായിരിക്കും വരയ്ക്കുന്നത്, അതല്ലെങ്കിൽ ഛോട്ടാ ഭീമിനെ ആയിരിക്കും വരയ്ക്കുന്നത്. ഛോട്ടാ ഭീമിന് എത്ര കൂട്ടുകാരുണ്ടെന്ന് ചോദിച്ചാൽ ഡോലു, ബോലു, ചുട്കി, ഇന്ദുമതി അല്ലേ, ഇന്ദുമതി, രാജകുമാരി ഇന്ദുമതി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് അവിടെ നിന്ന് ഒരു കൊച്ചുകുട്ടി ചിരിക്കുന്നു. ഇതെല്ലാം അവർക്ക് റിലേറ്റ് ചെയ്യാനൊക്കും. ഏത് കാര്യവും നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് പല കലാരൂപങ്ങളും ഒബ്സലീറ്റ് ആവുന്നത്, കാലഹരണപ്പെട്ടു പോകുന്നത്. അപ്പം നമ്മൾ കാലഹരണപ്പെടുകയും കണ്ടീഷനിങ്, ആ കാലഹരണപ്പെടാതെ പഴയ കാലത്തെ മഹത്തായ കലാരൂപങ്ങൾ, നമ്മളെ ചിന്തിപ്പിക്കുന്ന കലാരൂപങ്ങളായിരുന്നു കഥകളിയും കൂടിയാട്ടവും ക്ലാസിക്കൽ ഡാൻസും ഒക്കെ. പക്ഷെ ഇന്നത്തെ ഡബ്ബാങ്കുത്ത് ഡാൻസിന് ഒരു ചിന്തനയുടെ ആവശ്യമില്ല, ഒരു മുന്നൊരുക്കത്തിന്റെ ആവശ്യമില്ല. നമ്മൾ വെറുതെ ഇരുന്ന് കണ്ടാൽ മതി. മറിയയുടെ അമ്മയുടെ ആട്ടുകുട്ടി, പിന്നെന്തോ ഒരാളിക്ക് മതി, ഒന്ന് കേൾക്കട്ടത്. ഇത് കേൾക്കട്ടെ, ഇത് അവിടെയാണ് പറയുന്നത്. മറിയയുടെ അമ്മയുടെ ആട്ടുംകുട്ടി, മണിയൻ്റെ അമ്മയുടെ സോപ്പ് പെട്ടി.
ഇതൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതിന് പറഞ്ഞ് ഞാനിവിടെ നിന്നിട്ട് സ്വാമി വിവേകാനന്ദന്റെ രവീന്ദ്ര സംഗീതത്തിലുള്ള നൊബൽ സമ്മാനം കിട്ടിയ where the mind is without fear and the head is well high, where knowledge is free, where the world has not been broken up into fragments by narrow domestic wars, where words come out from the depth of truth, where tireless striving stretches his arms towards perfection, where the clear stream of reason has not lost its way into dreary desert sand of the shabbos, where the mind is led forward by thee into ever-widening thought and action. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ല അങ്ങനെ എന്താ ഭ്രാന്താണ്, ആർ യു ക്രേസി മാൻ, ആർ യു ക്രേസി എന്ന് ചോദിക്കും അല്ലേ. എന്ന് വെച്ചാൽ ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സാഹിത്യത്തിലെ നൊബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ് എഴുതി നൊബൽ സമ്മാനം കിട്ടിയ ആളാണ്. സാഹിബിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഏഷ്യക്കാരൻ ആദ്യമായി നൊബൽ സമ്മാനം നേടിയ ആളാണ് ടാഗോർ. പക്ഷെ ടാഗോറിന്റെ ഗീതാഞ്ജലി 4 വരി ചൊല്ലാൻ പറഞ്ഞാൽ നമുക്കറിയില്ല. മറിയടമ്മയുടെ ആട്ടുംകുട്ടി, സിസിലിക്കുട്ടിയുടെ തേപ്പുപെട്ടി, പിന്നെന്താണ്, പിന്നെ ആരുടെയാണ്, പാണ്ഡിത്തള്ളയുടെ മുറുക്കാപ്പെട്ടി എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് പോകുമ്പോൾ അത് ഒരുതരം പറയാൻ പാടില്ലാത്ത വാക്കാണെങ്കിൽ ഒരുതരം കൂതറവൽക്കരണമായി പൈങ്കിളിവൽക്കരണമായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മാറുന്നില്ല എന്നും പറയാനൊക്കില്ല. കാര്യം ചിന്തിപ്പിക്കുന്നതിൽ നിന്നെല്ലാം നമ്മൾ അകന്നു പോവുകയാണ്. ചിന്തിപ്പിക്കുന്നതിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. മനനം ചെയ്യാത്തവനെ വെറും മങ്കിയുടെ ഗണത്തിലേക്ക് പെടുത്താനൊക്കെയുള്ളൂ. വളരെ ഫാസ്റ്റായിട്ടുള്ള തലച്ചോറാണ് പുതിയ തലമുറ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ തലച്ചോറ് എവിടെ അപ്ലൈ ചെയ്യണം? വിവേകം വേണം. ആ വിവേകമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് കമ്പ്യൂട്ടർ ഗെയിംസ്. വാട്ട്സ് ദ ലാംഗ്വേജ് ഓഫ് ന്യൂ ജനറേഷൻ? ഐ വുഡ് സേ ഇസ് എ C+ ലാംഗ്വേജ്. വാട്ട് യു മീൻ ബൈ C+ ലാംഗ്വേജ്? എന്താണ് C+ ലാംഗ്വേജ്? ഐ വുഡ് സേ C+ ലാംഗ്വേജ്, യുവർ ലാംഗ്വേജ് ഈസ് C+ ലാംഗ്വേജ്. The word cinema starts with the C, the word cricket starts with the C, the word computer starts with the C, the word chatting starts with the C. ഇതെല്ലാം സിയിൽ ആരംഭിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് സിനിമയിലെ ഏത് പാട്ട് ചോദിച്ചാലും നിങ്ങൾക്കറിയാവുന്നത്. അതുക്കും മേലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐ സിനിമയിൽ വിക്രമിന്റെ ഡയലോഗ് ഓർക്കുന്നത്. അതല്ലെങ്കിൽ പ്രേമം സിനിമയിലെ അൽ ഹിന്ദൽ ഹബീബി ജിബൽ ലഖ പക്കച്ചു പോയെന്റെ ബാല്യം എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രേമം സിനിമ ഇറങ്ങുകയും സൂപ്പർ ഹിറ്റ് ആവുകയും അതിനകത്തെ പക്കച്ചു പോയെന്റെ ബാല്യം എന്ന ആ സിനിമ ഡയലോഗ് നമ്മളുടെ മനസ്സിലേക്ക് ഇത് ഇപ്പോഴും കിട്ടുന്നത് ആ സിനിമ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഷയായതുകൊണ്ടാണ്. ആ ചാറ്റിങ് നിങ്ങളുടെ ഭാഷയായതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും കമ്പ്യൂട്ടർ അല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഒക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഷ തന്നെ മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളിങ്ങനെ വന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആളുകളെ പോലെ സംസാരിക്കുന്നത്. പക്ഷേ അവിടെയെല്ലാം എനിക്ക് പറയാനുള്ളത് EV കലാമണ്ഡലം ചെയ്യുന്നത് കണ്ടീഷനിങ് ആണ്. എന്താണ് കണ്ടീഷനിങ്? കുറേ കാലം മുമ്പ് ഞാൻ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ ഇംഗ്ലീഷ് നാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ. കേരളമല്ല, അവിടെ ആ മോള് പറഞ്ഞു നാഗാലാൻഡ്. അവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഇറച്ചി എന്താണെന്നറിയോ? പട്ടി ഇറച്ചി. ഈ ബീഹാറികൾക്ക് പകരം കേരളത്തിൽ നാഗാലാൻഡുകാരായിരുന്നെങ്കിൽ തെരുവ് പട്ടിയുടെ ശല്യമേ ഉണ്ടാവത്തില്ലായിരുന്നു. വൈകുന്നേരം പണി കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ തെരുവ് പട്ടിയും കൂടെ പിടിച്ചുകൊണ്ട് പോയി അവർ കറി വെച്ചായിരുന്നു. അപ്പം നാഗാലാൻഡിൽ വലിയ സാംസ്കാരിക ബോധമുള്ള ഔന്നത്യമുള്ള മനുഷ്യരാണ്, നല്ല സുന്ദരന്മാരായ മനുഷ്യർ. അപ്പോൾ അവിടെ ഹോൺബെൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞത് EV കലാമണ്ഡലത്തിൻ്റെ ഫെസ്റ്റിവൽ പോലെ അവിടുത്തെ ക്ലാസിക്കൽ ഡാൻസ്, അസ്സാമിൻ്റെ ക്ലാസിക്കൽ ഡാൻസാണ് സത്രിയ എന്ന് പറയും. അവിടെയുള്ള ക്ലാസിക്കൽ സംഗീതങ്ങളും ക്ലാസിക്കൽ ഡാൻസും എല്ലാം അവതരിപ്പിക്കുന്ന വലിയ ഫെസ്റ്റിവലാണ് ഹോൺബെൽ ഫെസ്റ്റിവൽ. ആ ഹോൺബെൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ബേഡ് ഏതാണ് കേരളത്തിലെന്ന് ചോദിച്ചാൽ അത് ഹോൺബെല്ലാണ്, മലവിടക്ക് വേഴാമ്പലാണ്. ആ ഹോൺബെൽ ഫെസ്റ്റിവലിൽ ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗ്രാമമുഖ്യൻ വന്നിട്ട് പറഞ്ഞു, ആർ യു വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ? അപ്പോൾ അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ആണ്. ഞാൻ പറഞ്ഞു നോൺ വെജിറ്റേറിയൻ. അപ്പോൾ സൺഡേയിൽ അവിടെ ആഹാരം ഒരുക്കിയിട്ടുണ്ട്. ഞാനവിടെ ചെല്ലുമ്പോൾ കുട്ടികളെല്ലാം വലിയ സന്തോഷത്തോടെ പാത്രത്തിലൊക്കെ ഏതാണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഓടി നടക്കുകയാണ്. വിഭവ സമൃദ്ധമായ തീന്മേശ ഒരുക്കി. കുട്ടികൾക്കെല്ലാം ഭയങ്കര ആനന്ദം. അപ്പം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്ത് തരത്തിലുള്ള ഇറച്ചിയാണ്? അപ്പോൾ അവർ പറഞ്ഞു വിശിഷ്ടാതിഥി വരുമ്പോൾ ഞങ്ങൾ കറുത്ത ഡോഗിനെ കൊന്നിട്ട് ആ ഡോഗിൻ്റെ തലയോടെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി, കേട്ടാൽ ഛർദ്ദിക്കാൻ വരും. അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ബിരിയാണി റൈസിൻ്റെ മഹത്വം അദ്ദേഹം എന്നെ വർണ്ണിച്ച് കേൾപ്പിക്കാൻ. എങ്ങനെയാണെന്നറിയോ? ഈ കറുത്ത പട്ടിയെ കൊല്ലുന്നതിന് മുമ്പ് ഈ ബിരിയാണി മുഴുവൻ തീറ്റിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വയറ് കീറി 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വയറ് കീറി അത് മുഴുവൻ എടുത്ത് പുറത്ത് കൊടുത്തിട്ടു. എന്നിട്ട് അതിനകത്ത് വീണ്ടും സ്പൈസ് എല്ലാം ചേർത്ത് നെയ്യുമൊക്കെ ഒഴിച്ച് വീണ്ടും അത് എടുത്ത് വീണ്ടും ചെയ്ത് അതാണ് ഏറ്റവും ടേസ്റ്റി ഫുഡ് എന്നാണ് അവർ പറയുന്നത്.
അതാണ് വിളമ്പി വെച്ചിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളൊന്ന് പറയൂ. പക്ഷേ ആ ആഹാരം വളരെ ടേസ്റ്റോടെ അവിടുത്തെ കുട്ടികൾ വളരെ സന്തോഷം. ഇന്ന് എത്ര കാലം കൂടുമ്പോഴാണ് ഈ ആഹാരം കിട്ടുന്നത്. ഒരു ഗസ്റ്റ് വന്നത് കാരണമാണ് ഇന്ന് ഇത്രയും കാര്യമായിട്ട് ഇവിടെ ഇത് ഒരുക്കിയതെന്ന് പറഞ്ഞാൽ അവർ ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് ഇത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഫുഡ് പോലും നമ്മുടെ കണ്ടീഷനിങ് ആണ്. അതേസമയം നമ്മൾ ഇഡ്ഡലി കഴിക്കുന്ന പോലെയാണ് അവർ ഈ കറുത്ത പട്ടിയുടെ വയറ് കയറി ആ ചോറ്, അത് കഴിച്ച ചോറ് എടുത്ത് വെച്ച് വീണ്ടും നെയ്യും ഒക്കെ ചേർത്തിട്ട് വിഭവസമൃദ്ധമായി വെക്കുന്നത്. അവർക്ക് വളരെ ടേസ്റ്റി ഫുഡാണ്. പക്ഷെ നമുക്കിത് കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരികയാണ്. നമുക്കത് കഴിക്കാനേ ഒക്കില്ല. നമുക്ക് ഇഡ്ഡലി കഴിക്കുന്ന പോലെ അവരത് കഴിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് കലയും കണ്ടീഷനിങ് ആണ്. നമുക്ക് ക്ലാസിക്കൽ കലകളുമായി നമ്മളെ ബന്ധപ്പെടുത്തി കുട്ടിക്കാലം മുതലേ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ നമുക്കതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം വരും. ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതല്ലെങ്കിൽ പൊട്ടനാട്ടം കാണുന്ന പോലെ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സും പഠനവും ഒക്കെ ഇനി വേണ്ടത് രക്ഷകർത്താക്കൾക്കാണ്, കുഞ്ഞുങ്ങൾക്കല്ല വേണ്ടത്. എല്ലാവരെയും ഡോക്ടർമാരാക്കാൻ ഇറക്കിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. സച്ചിൻ തെണ്ടുൽക്കർ കേരളത്തിലാണ് ജനിച്ചിരുന്നെങ്കിൽ കഷ്ടം, നമ്മൾ അവനെ പിടിച്ചൊരു ഡോക്ടറാക്കുമായിരുന്നു. ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് ഒരു ക്രിക്കറ്റിൻ്റെ ദൈവത്തെ ആയിരുന്നേന്. വിശ്വനാഥാനന്ദ് കേരളത്തിലാണ് ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും അവനെ പിടിച്ചൊരു ഡോക്ടറാക്കുമായിരുന്നു. ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് തീർച്ചയായും ചെസ്സിൻ്റെ ഇതിഹാസത്തെ ആയിരിക്കും. അതുപോലെ യേശുദാസ് ഭാഗ്യം കൊണ്ട് അദ്ദേഹം സംഗീതജ്ഞനായി. നമ്മൾ ആലോചിക്കണം, ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു. അദ്ദേഹം കീവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. കീവ് സ്ഥലത്തു നിന്നുള്ള ഒരു വ്യക്തിയും കുറേ ആളുകളും കൂടിയാണ് വന്നത്. കീവ് എന്ന് പറയുന്നത് ഉക്രൈൻ്റെ തലസ്ഥാനമാണ്. ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ തലസ്ഥാനം. അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാർ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിൻ്റെ ഒരു പരസ്യം അങ്ങയുടെ ഫേസ്ബുക്കിലൂടെ കൊടുക്കുമെങ്കിൽ നിങ്ങൾ എത്ര രൂപ വേണമെങ്കിലും തരാം, അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആക്കണം. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? അപ്പോൾ അവർ പറഞ്ഞത്, കേരളത്തിൽ MBBSന് സീറ്റ് വേണമെങ്കിൽ 1 കോടി രൂപയോളം ചിലവാകും. ഈ യുക്രൈനിൽ വന്ന് വലിയ കോളേജാണ്, വീഡിയോ ഒക്കെ എന്നെ കാണിച്ചു, 30 ലക്ഷം രൂപയുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി സഹിതം MBBS പാസ്സാക്കി അവർ തിരിച്ചു കൊണ്ടുവരും. ഫസ്റ്റ് 2 ഫ്ലൈറ്റ് ടിക്കറ്റും ഫ്രീ ഉക്രൈനിലേക്ക് പോകാൻ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുതരാം, അതെല്ലാം വന്ന് കണ്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞാൽ മതി, ഇത് ഗംഭീരമാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ സംഭവം ശരിയാണ്, 30 ലക്ഷം രൂപ കൊടുത്താൽ ഡോക്ടറാക്കി എടുക്കും. നിങ്ങളിൽ ആരെ വേണമെങ്കിലും ഇന്ന് ഡോക്ടറാക്കാൻ നിങ്ങളുടെ വീട്ടുകാർക്ക്, മാതാപിതാക്കൾക്ക് 30 ലക്ഷം, കേവലം 30 ലക്ഷം രൂപ മാത്രമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഡോക്ടറാകാം. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ 1 കോടി രൂപ കൊടുക്കാൻ തയ്യാറാണ് എന്നെ യേശുദാസ് ആക്കാൻ ഒക്കൂ. എനിക്ക് ജീവിതത്തിൽ അറിയാൻ വയ്യാത്ത ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പാട്ടുപാടുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ സമ്പാദ്യം മുഴുവൻ കൊടുക്കാം. യേശുദാസ് പാടുന്ന പോലോ, ചിത്ര പാടുന്ന പോലോ, ഇവിടെ ഇരിക്കുന്ന മഹാരഥന്മാർ സംഗീതം ആലപിക്കുന്നത് പോലോ ഒന്ന് പാട്ട് പാടാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ. അതാണ് കലയുടെ മഹത്വം. എത്ര കോടി രൂപ കൊടുത്താലും നല്ലൊരു നർത്തകനോ നല്ലൊരു നർത്തകിയോ ആക്കി എടുക്കാനൊക്കെ ഇല്ല. എത്ര കോടി രൂപ കൊടുത്താലും അനൂപ് ജലോട്ടയെ പോലെയോ, യേശുദാസിനെ പോലെയോ, SP ബാലസുബ്രഹ്മണ്യത്തെ പോലെയോ, മെഹദി ഹസനെ പോലെയോ പാടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് 1951 who is considered as the longest Prime Minister of India is none other than our first Prime Minister Jawaharlal Nehru. MS സുബ്ബലക്ഷ്മി എന്ന ഇന്ത്യയുടെ സംഗീത റാണിയുടെ സംഗീത സായാഹ്നം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, സാർ അടുത്ത പ്രോഗ്രാം ഉണ്ട്, പെട്ടെന്ന് പോകണം. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഉദ്ഘാടനത്തിനൊരു മന്ത്രിയെ വിളിച്ചാൽ ആ മന്ത്രി വന്ന് ഇങ്ങനെ ഒന്ന് കാണും, ആ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോവും. ഡാൻസ് കാണാനോ പാട്ട് കാണാനോ കേൾക്കാനോ ഒന്നും അവർ നിൽക്കില്ല, സമയമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് കേട്ടു. അടുത്ത പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കേട്ടിട്ടുള്ള പ്രോഗ്രാം മതി. 1 മണിക്കൂർ ആ സംഗീതം മുഴുവൻ MS സുബ്ബലക്ഷ്മിയുടെ സംഗീത സായാഹ്നം ആസ്വദിച്ച ശേഷം അവിടെ അടുത്ത് ചെന്നിട്ട് തല കുനിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, MS സുബ്ബലക്ഷ്മി എന്ന സംഗീത റാണിയുടെ മുന്നിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രധാനമന്ത്രി തല കുമ്പിട്ടിട്ട് പറഞ്ഞു, Who am I? A mere Prime Minister before the Queen of Music. ഈ സംഗീത റാണിക്ക് മുന്നിൽ ഞാൻ ആര്? വെറും ഒരു പ്രധാനമന്ത്രി മാത്രം. Who am I? A mere Prime Minister before the Queen of Music. ഈ സംഗീത റാണിക്ക് മുന്നിൽ ഞാൻ ആര്? വെറും ഒരു പ്രധാനമന്ത്രി മാത്രം. അദ്ദേഹം പറഞ്ഞു, 100 കോടി ജനം വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും മന്ത്രിയാക്കാം, ആരെ വേണമെങ്കിലും MLA ആക്കാം, ആരെ വേണമെങ്കിലും MP ആക്കാം. പക്ഷേ ഒരു MS സുബ്ബലക്ഷ്മിയും സൃഷ്ടിക്കാൻ കഴിയില്ല, ഒരു യേശുദാസിനെയും സൃഷ്ടിക്കാൻ കഴിയില്ല, ഒരു SP ബാലസുബ്രഹ്മണ്യത്തെയും സൃഷ്ടിക്കാൻ കഴിയില്ല, ഒരു പത്മ സുബ്രഹ്മണ്യത്തെയും സൃഷ്ടിക്കാൻ കഴിയില്ല. അവിടെയാണ് കലയുടെ മഹത്വം. ആ കലയുടെ മഹത്വം നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നോ, അന്ന്
നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആ പ്രതിഭ എന്ന് പറഞ്ഞാൽ 80% ഇൻബോണാണ്. അഭിനയം നമ്മളിന്ന് വിചാരിക്കും ഏതൊരു, എൻ്റെ സുഹൃത്ത് ജയരാജ് എന്ന് പറഞ്ഞ സംവിധായകൻ പറഞ്ഞു ആരെ വേണമെങ്കിലും നടനാക്കാം, അഭിനയിക്കാൻ അറിയണമെന്നേ ഇല്ല. വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പം സിനിമാ നടനോ സീരിയൽ നടിക്കോ ഒന്നും ഒരു പ്രസക്തിയില്ല. അവിടെ പാട്ടുകാർക്ക് വലിയ പ്രസക്തിയാണ്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആരെ വേണമെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഒരു സിനിമാ സംവിധായകൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നാളെ നിങ്ങൾ താരമാണ്. ശവമായി അഭിനയിച്ചാലും താരമാണ്. നിങ്ങളുടെ ഓട്ടോഗ്രാഫിന് ആള് വരും. ഏതു തരത്തിലും താരമാകാം. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സംഗീതജ്ഞനാവാൻ കഴിയില്ല. കാര്യം എന്താ, ഒരു മ്യൂസീഷ്യൻ ആവാൻ കഴിയില്ല. ഇളയരാജയെ പോലെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ സാധിക്കില്ല. AR റഹ്മാനെ പോലെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ സാധിക്കില്ല. ഇൻബോൺ ടാലന്റ് ആണ്. 75% ഇൻബോൺ ടാലന്റും 25% അടുത്ത് ഗ്രൂമിങ്ങുമേ നടക്കുകയുള്ളൂ. അതേസമയം നടനാകാനൊക്കെ മോഹൻലാലോ നെടുമുടി വേണോ ഒന്നും ആകാനൊക്കെ ഇല്ല. പക്ഷെ സിനിമാ നടനാകാനോ സീരിയൽ നടനാകാനോ ഒരു പാടുമില്ല. തുനിഞ്ഞിറങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ കല എന്താണ്. ഇന്ന് TV ചാനലുകളിൽ കാണുന്നതാണോ യഥാർത്ഥ കലയെന്നും നമ്മൾ ചിന്തിക്കണം. രണ്ട് തരം കലയുണ്ട്. ഫൈൻ ആർട്ട്, യഥാർത്ഥ കലയുണ്ട്. ക്ലാസിക്കൽ ആർട്ടുണ്ട്. ഒപ്പം ജംഗ് ആർട്ട് എന്ന് പറഞ്ഞൊരു ആർട്ടുണ്ട്. ജംഗ് ആർട്ട് എന്ന് പറഞ്ഞ ജംഗ് എന്ന് പറഞ്ഞ ചവർന്ന അർത്ഥം. ജംഗ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം കൊല്ലിക്കല. നമ്മളുടെ ചാനലുകളിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്നതിൽ 80% നേരം കൊല്ലിക്കലയാണ്. നമുക്കതിനൊരു അടിസ്ഥാനവും വേണ്ട ഇത് കാണാനായിട്ട്. നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. മറിയയുടെ ആട്ടിക്കുട്ടി എന്ന് പറഞ്ഞ് പാട്ടും ഡാൻസും ഒക്കെ കാണാം. സമയം പോകാനുള്ള രസമാണ്. പക്ഷെ നമ്മുടെ തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുന്നില്ല. നമ്മുടെ കണ്ണുകൾക്ക് വെറും കണ്ണിന്റെ ഉത്സവമല്ല കല, വെറും കാതിന്റെ ഉത്സവമല്ല കല. നമ്മുടെ മനസ്സിനെ, നമ്മുടെ തലച്ചോറിനെ ഒക്കെ ഉദ്ദീപിപ്പിക്കുന്നതും നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്നതുമാവണം കല, യഥാർത്ഥമായ കല. ഇവിടെ പഠിപ്പിക്കുന്ന, ഇവിടെ നിങ്ങളെ കണ്ടീഷൻ ചെയ്യിക്കുന്ന, EV കലാമണ്ഡലത്തിൽ കണ്ടീഷൻ ചെയ്യിക്കുന്ന എല്ലാ കലയും നിങ്ങളെ വേറൊരാളാക്കി റീഡിസൈൻ ചെയ്യാൻ പരിചയപ്പെടുത്തുന്നതാണ്, നിങ്ങളെ ചിന്തിപ്പിക്കുന്നതാണ്, നിങ്ങളെ മന്നം ചെയ്യിപ്പിക്കുന്നതാണ്. അവിടെയാണ് EV കലാമണ്ഡലം എന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥമായ പ്രസക്തി. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത്. ഇന്ന് സീരിയസ് ആയ കാര്യങ്ങളൊന്നും പറയാൻ കഴിയാത്ത കാലമാണ്. സീരിയസ് ആയി എന്ത് പറഞ്ഞാലും നമ്മുടെ തലച്ചോറിനത് താങ്ങില്ല. നമുക്ക് ഉടനെ കണ്ണുകളിലേക്ക് ഉറക്കം വരും, നമുക്ക് കോട്ടുവ വരും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ കണ്ടീഷനിങ് ആണ്. അതായത് ജങ്ക് ഫുഡ് മാത്രം നമ്മൾ കഴിച്ച് ശീലിച്ചാൽ മറ്റൊരാഹാരവും കഞ്ഞിയും പയറും നമുക്ക് ഇഷ്ടപ്പെടില്ല. കഞ്ഞിയും പയറും എത്ര ഗുണമുള്ളതാണെങ്കിലും ചക്കവിയൽ എത്ര ഗുണമുള്ളതാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടില്ല. കാര്യം നമുക്ക് ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. അത് കണ്ടീഷനിങ് ആണ് എന്ന് പറയും. ജങ്ക് എന്ന് പറഞ്ഞാൽ ചവറാണ്. ജങ്ക് ആർട്ട് പോലെ ഇപ്പോൾ ആ ജങ്ക് ആർട്ടിന് അടിമയായിരിക്കുന്നു നമ്മൾ. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ 4 നേരവും നിങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാവുമോ? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, തെറ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഐ ട്രൈ ടു ഇന്ററാക്ട് വിത്ത് hundreds of thousands of people from different English speaking countries. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമേ പറയാവൂ. ആ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഐസ്ക്രീം കൊടുക്കുന്നു, ലഞ്ചായിട്ട് ഐസ്ക്രീം കൊടുക്കുന്നു, സപ്പറായിട്ട് ഐസ്ക്രീം കൊടുക്കുന്നു, ഡിന്നറായിട്ട് ഐസ്ക്രീം കൊടുക്കുന്നു. 1 വർഷത്തിനകം ആ കുട്ടി മരിച്ചു പോയിരിക്കും. ഇതേപോലെ തന്നെ 4 നേരവും നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് കൊടുത്തു നോക്കൂ, 2 കൊല്ലത്തിനകം ആ കുട്ടി മരിച്ചു പോയിരിക്കും. അപ്പോൾ നമ്മളുടെ ഹെൽത്തിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ ചിന്തനയെ, തലച്ചോറിനെ കാര്യമായി കണക്കാക്കുന്നില്ല? നിങ്ങളുടെ തലച്ചോറിന് വികാസം വരണമെങ്കിൽ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കണം, ജനറൽ നോളജ് ഉള്ള കാര്യങ്ങൾ കേൾക്കണം. GK എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണന്റെ ഷോർട്ട് ഫോം മാത്രമല്ല, ജനറൽ നോളജിന്റെ ഷോർട്ട് ഫോം കൂടിയാണ്. ഏതെങ്കിലും ഒരു പുഴയുടെ പേരറിയാമോ എന്ന് ചോദിച്ചാൽ ആലപ്പുഴ എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ആലപ്പുഴയിൽ ചെന്ന് ചോദിച്ചു, ഒരു പുഴയുടെ പേര് ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 9ാം ക്ലാസ്സിലെ കുട്ടി പറയാണ് ആലപ്പുഴ. അടുത്ത കുട്ടി പറഞ്ഞു, എഴി ചങ്ങപ്പുഴ എന്ന് പറയൂ, ചിലപ്പോൾ ശരിയായേക്കും. കേരളത്തിൽ 44 നദികൾ, ഭവാനി, പാമ്പാർ, കബനി എന്ന 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. ബാക്കി 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു. 34 തടാകങ്ങൾ, 38,863 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള കൊച്ചു കേരളം. സംസ്കൃത ചിത്തരായ മനുഷ്യർ ജീവിക്കുന്ന കേരളം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കേരളത്തിൽ എവിടെയാണ് ചിന്തിപ്പിക്കുന്ന മനുഷ്യരുള്ളത്? ചിന്തിപ്പിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ കാലിലിടുന്ന ഈ വെളുത്ത ഷൂസ് കണ്ണാടിക്കൂട്ടിൽ വെക്കുകയും ആഹാരം കഴിക്കുന്ന ഇറച്ചിയും മുന്തിരിങ്ങയും ഒക്കെ ഈച്ചയിരിക്കുന്ന തെരുവിൻ്റെ സൈഡിൽ ഈച്ച കൊണ്ട് പൊതിഞ്ഞ സ്ഥലത്ത് വെച്ച് വിൽക്കുകയും ചെയ്യുന്നത് നമ്മൾ അനുവദിക്കുമോ? നിങ്ങൾ ആലോചിക്കൂ. കാലിലിടുന്ന ചെരുപ്പ് കണ്ണാടിക്കൂട്ടിൽ ഭദ്രമാക്കി വെക്കുന്നു. ഇത് തന്നെ നമ്മുടെ ലോജിക്കില്ലായ്മയാണ്. നമ്മൾ ലോജിക്കിൽ വിശ്വസിക്കാൻ എന്ന് തുടങ്ങുന്നു. നമ്മൾ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ അഭിരമിക്കുന്നു, അന്ന് മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ.
അതല്ലാത്രത്തോളം അങ്ങേയറ്റം പൈങ്കിൾവൽക്കരിക്കപ്പെടുകയാണ്. ആ പൈങ്കിൾവൽക്കരണത്തെക്കുറിച്ച് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ പര്യവസാനിപ്പിക്കുകയാണ്. 90കളിൽ ഒരു സർവേ നടത്തി. ലോകത്തെ ഏറ്റവും അധികം അറിവുള്ള സ്ത്രീകൾ എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയായിരിക്കും? ലോകത്ത് 195 ലോകരാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുണ്ട്. ഈ 195 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള സ്ത്രീകൾ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കേരളം എന്നായിരുന്നു 90കളിൽ. യാതൊരു സംശയം വേണ്ട, കേരളത്തിലെ സ്ത്രീകളോട് ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉള്ളവരായിരുന്നു. എല്ലാ പത്രം വായിക്കുന്നവരായിരുന്നു, വാർത്തകളെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവരായിരുന്നു. പക്ഷേ ചാനലുകളുടെയും മത്സര കമ്പോളത്തിൽ നമ്മളെ അഡിക്റ്റാക്കി ചിന്തിപ്പിക്കുന്ന ഒന്നും നമുക്ക് തരാതായി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം കൂടിയാണ്, ഒക്ടോബർ 15. APJ അബ്ദുൽ കലാം അന്തരിച്ച ഒരു ദിവസം ഞാനൊരിടത്തിരുന്ന് വാർത്ത കാണുകയാണ്. ആ വീട്ടിൽ 3-4-5 പേരുണ്ട്, പ്രായമായ ആളുകളാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ്. ഞാൻ ചോദിച്ചു, എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു, APJ അബ്ദുൽ കലാം അന്തരിച്ചു എന്ന്. പല മെസ്സേജ് വരും, പലതും തട്ടിപ്പായിരിക്കും. ഞായറാഴ്ച രാവിലെ ഞാൻ വെടികൊണ്ട് വീണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ രാവിലെ വാർത്ത പോയി. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് തെറ്റാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് സോറിയും പറഞ്ഞു. ഒരുപാട് ട്രോളും ഇറങ്ങി. എന്ന് പറഞ്ഞതുപോലെ എന്തോ കള്ള വാർത്തയാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തെ ആ TV ഒന്ന് വെച്ച് വാർത്ത APJ അബ്ദുൽ കലാം അന്തരിച്ചോ എന്ന് നോക്കട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സാറേ ഇടിനാശവും വെള്ളപ്പൊക്കവും വരുന്നത് എൻ്റെ അമ്മായിയമ്മയായിരിക്കുന്നത്, അതെൻ്റെ ഭാര്യ, അവരെല്ലാം സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം സീരിയൽ മാറ്റിയിട്ട് വാർത്ത വെക്കാൻ ഇവർ എന്നെ കൂടെ തല്ലിക്കൊണ്ട് സാലങ്ങോട്ട് പോകും. സാറിന് കുഴപ്പമൊന്നുമില്ല, വാർത്ത കണ്ടിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ എൻ്റെ അമ്മായിയമ്മയും ഭാര്യയും കൂടെ പറയുന്നത് എങ്ങാണ്ടൊന്നൊരു താടിക്കാരെ വിളിച്ചോണ്ട് വന്നിരിക്കുക, ഞങ്ങൾ സീരിയൽ കണ്ടുകൊണ്ടിരുന്നതും ഈ മുടിഞ്ഞാവും കയറി വന്ന കാരണം സീരിയൽ കാണാനത്തില്ല, എന്താണ് പ്രശ്നം? അപ്പോൾ ഞാൻ പറയും, സാരമില്ല, ഇത് അത്യാവശ്യമാണ്, APJ അബ്ദുൽ കലാം അന്തരിച്ചത് വാർത്തയാണ്, എനിക്കത് കണ്ടേ വെക്കുള്ളൂ, നിങ്ങളതൊന്ന് വെക്കൂ. അപ്പോൾ എൻ്റെ നിർബന്ധം വഴങ്ങി അദ്ദേഹം TV അപ്പം അവിടെ നിന്ന് അമ്മായിയമ്മയൊക്കെ മുറുമുറുക്കുന്നുണ്ട്. TV സീരിയലിനിടയിലാണ് വാർത്താ ചാനൽ വെക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത വരുന്നു, APJ അബ്ദുൽ കലാം അന്തരിച്ചു, കുഴഞ്ഞു വീണ മരിച്ചു. വാർത്ത കാണുകയും ഈ അമ്മായിയമ്മ എവിടെ ഇരുന്നോട്ട് പറയുകയാണ്, എടി മരുമോളെ എങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഏത് സീരിയലാടി അഭിനയിച്ചിട്ടുള്ളത്? ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആലോചിച്ചു, ലോകത്തെ ഏറ്റവും അധികം വിവരമുള്ള സ്ത്രീകൾ കേരളത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം APJ അബ്ദുൽ കലാമിനെ കാണിച്ചിട്ട് ഏത് സീരിയൽ? അപ്പോൾ ഈ മരുമോള് പറയാ, ഏത് സീരിയലാണെന്ന് അമ്മച്ചി ഓർക്കുന്നില്ല, ഏതോ സീരിയൽ ഞാനും കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ അന്നേരം ആലോചിച്ചു, എൻ്റെ സുഹൃത്ത് അവിടെ ഇരുന്ന് ചമ്മുകയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വിവരമുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള, ഏറ്റവും ലിറ്ററസി ആയിട്ടുള്ള, ലോകം ആദരിക്കുന്ന ഏറ്റവും സുന്ദരികൾ, ഏറ്റവും അഴകളവുകളിൽ ഏറ്റവും സൗന്ദര്യമുള്ളവർ കേരളത്തിലാണെന്ന് വിദേശികൾ പോലും പറയുന്നു. അപ്പോൾ അത്രയും നല്ല സ്ത്രീകൾ ജീവിക്കുന്ന ഇവിടെ ആരാണ് സ്ത്രീകളെ ഇങ്ങനെയാക്കി തീർത്തത്? ആരാണ് സ്ത്രീകളെ മനനം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയത്? ഇതിവിടെയുള്ള ചാനലുകളാണ്. മദ്യം കൊടുത്ത് മദ്യത്തിന് അഡിക്റ്റ് ആകുന്നു എന്ന് പറയുന്നത് പോലെ ഇതൊരു അഡിക്ഷൻ ആക്കിയിരിക്കുന്നു. ആ ജങ്ക് ആർട്ട് നൽകി നിങ്ങളെ അഡിക്റ്റ് ആക്കിയിരിക്കുന്നു. ആ ജങ്ക് ആർട്ട് നൽകി നിങ്ങളെ അഡിക്റ്റ് ആക്കിയിരിക്കുന്നു. ഒരമ്മ മാറിയാൽ കുഞ്ഞു മാറിപ്പോകും. മലാല യൂസഫ്സൈ പറഞ്ഞു, എ പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ്, എ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്, എ ടീച്ചർ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഞാനതുപോലെ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കുന്നു, എ മദർ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഒരു അമ്മയ്ക്ക് മാത്രമേ ഈ ലോകത്തെ മാറ്റാനൊക്കെ ഉള്ളൂ. അമ്മയെ കാണുന്നത് എന്താണ്, അത് തന്നെയാണ് മക്കളും കാണുന്നത്. അമ്മ പറയുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കുമ്പോൾ പല സീരിയൽ നടിമാരെയും വിളിച്ചിരുത്തിട്ട് ഇപ്പോഴത്തെ ഒരു പ്രധാന വിനോദമാണ് ഫ്ലവേഴ്സ് പോലുള്ള ചാനൽ ഇങ്ങനെ ചോദ്യം ചോദിക്കും. പെട്ടെന്ന് ചോദിക്കും, ഹു ഈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? അപ്പോൾ അവരോട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോ, അതാരായിരുന്നു? സോ അപ്പോൾ നമ്മൾ ചോദിക്കും, വിച്ച് ഈസ് നാഷണൽ സോങ് ഓഫ് ഇന്ത്യ, വിച്ച് ഈസ് നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ? യോ, നാഷണൽ സോങ്ങോ നാഷണൽ ആന്തമോ അതെന്തോ ആയിരുന്നു? അങ്ങനെയുള്ളൊരു പരിപാടി ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ആക്കി തീർക്കും. അങ്ങനെ ആക്കി തീർക്കണം ഉണ്ടായെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലോകത്തെ ഇനി പല രാജ്യത്തോട്ടും പോയിട്ട് കാര്യമില്ല. പുതിയ തലമുറയ്ക്ക് എങ്ങും ജോലിയില്ല. ഇനി ജോലി കിട്ടാൻ സാധ്യത സിവിൽ സർവീസ് പോലെയുള്ള മേഖലകൾ, ജുഡീഷ്യൽ സർവീസ്, അതുപോലെ PSC വഴിയുള്ള പരീക്ഷകൾ, UPSC. ഇവിടെ എല്ലാം ചോദിക്കുന്നത് GK ആണ്. GK എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോപാലകൃഷ്ണൻ മാമൻ്റെ ഷോർട്ട് ഫോം അല്ല. GK എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ മാമൻ്റെ ഷോർട്ട് ഫോം അല്ല, ജനറൽ നോളജിൻ്റെ ഷോർട്ട് ഫോമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വാർത്ത കാണിക്കുക, ലോകത്തെ അറിയിക്കുക, ചുറ്റുപാടുകളെ അറിയിക്കുക. ലോകത്തെ അറിയിച്ചും അറിവ് നേടിയും പുസ്തകം വായിച്ചും വളർത്തുക. റീഡിങ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. വായനയാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. വായനയില്ലാത്ത ലോകത്തോട് നമുക്ക് സംവദിക്കാൻ ഒക്കില്ല. അവിടെ നമുക്ക് മറിയയുടെ അമ്മയുടെ ആട്ടിൻകുട്ടി പാടാനേ ഒക്കെയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും BTS കുറിച്ചോ ബ്ലാക്ക് പിങ്കിനെ കുറിച്ചോ
ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനേ ഒക്കെയുള്ളൂ. അതല്ല വിജയിയുടെ തുപ്പാക്കിയെക്കുറിച്ച് പറയാനേ ഒക്കെയുള്ളൂ. അല്ലെ സിംഗം 1, സിംഗം 2, സിംഗം 3, സൂര്യയുടെ 3 സിനിമകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഞാനിതെല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാൻ ദുആ ലിപ്പ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിംഗറുടെ പാട്ട് പോലും കേൾക്കുന്ന ഒരാളാണ്. എമിനമിൻ്റെ പാട്ട്, റാപ്പ് മ്യൂസിക് കേൾക്കുന്നത് പോലെ തന്നെ ഖവാലിയും സൂഫി സംഗീതവും ഗസൽ സംഗീതവും എല്ലാം ആസ്വദിക്കുന്ന ആളാണ്. അതെല്ലാം വേണം. അപ്പോൾ അതുകൊണ്ട് അറിവ് നേടൂ. അറിവാണ്, നോളജ് ഈസ് പവർ. അറിവ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. കലയെക്കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് നൽകുന്ന ഇടമായിട്ടാണ് EV കലാമണ്ഡലത്തെ നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ വന്നെത്താൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷം. അതുകൊണ്ട് വാക്കുകൾ കേൾക്കുന്ന കാലമുണ്ടാവട്ടെ. വാക്കുകൾ, അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നവരുടെ കാലമുണ്ടാകണമെന്ന് എഴുതിയത് മദർ എന്ന കൃതിയിൽ, മദർ എന്ന അമ്മ എന്ന കൃതി ആരെഴുതിയതാണ്? റഷ്യൻ എഴുത്തുകാരൻ ആരാണ്? ഇവിടെ ഇരിക്കുന്നവർ ഉത്തരം പറയും. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഇവരോട് ചോദിക്കുക. നിങ്ങൾക്ക് ഒരു പസിലാണ്. അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നവരുടെ കാലം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ, വാക്കുകൾ കേട്ടാൽ അത് മനസ്സിലാവുന്ന, അത് ആസ്വദിക്കുന്ന, സംഗീതം പോലെ ആസ്വദിക്കുന്ന മനുഷ്യരുണ്ടായാൽ അവിടെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. അമ്മായിയമ്മ പോരുണ്ടാവില്ല, അതിർത്തി തർക്കം ഉണ്ടാവില്ല, കേസ് ഉണ്ടാവില്ല, വക്കീലന്മാരുണ്ടാവില്ല, കോടതിയുടെ ആവശ്യമില്ല, പോലീസിൻ്റെ ആവശ്യമില്ല. ഏറ്റവും നല്ല ഹാപ്പിനെസ് ഇൻഡെക്സ് കൊണ്ട് ഏറ്റവും നല്ല ലോകമായി അത് മാറും. അതുകൊണ്ട് ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടി വരട്ടെ, സന്തോഷം കൂടി വരട്ടെ. അപ്പോൾ അതുകൊണ്ട് കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും മനുഷ്യ മനസ്സിൻ്റെ വിമലീകരണമാണ്. ആ വിമലീകരണമാണ് നല്ല കല നൽകുന്നത്. എല്ലാവിധമായ ആശംസകൾ. ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും കേൾക്കുക, ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ വായിക്കുക, മനനം ചെയ്യുക. മങ്കിയാകാതിരിക്കണമെങ്കിൽ, മനുഷ്യനാവണമെങ്കിൽ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. മനനം ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ EV കലാമണ്ഡലത്തിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഞങ്ങളുടെ എല്ലാം തലക്കേറ്റ അടിയാണ് കൊറോണ. ഒരു 2 കൊല്ലം മുമ്പ് എൻ്റെ സെക്രട്ടറി ശ്രീജിത്താണ് ഇരിക്കുന്നത്. ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ ശ്രീജിത്താണ് ഫോൺ എടുക്കുന്നത്. ആദ്യം ശ്രീജിത്ത് ചോദിക്കും എത്ര ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയും 500. ഒക്കത്തില്ല, വരാനൊക്കില്ല. എത്ര ഓഡിയൻസ് ഉണ്ട്? 700. വരാനൊക്കില്ല. 2000 ഓഡിയൻസിന് മേളിലുള്ളിടത്തോട്ട് പോകത്തില്ല. എത്ര രൂപ? 1 മണിക്കൂറിന് 1 ലക്ഷം രൂപ തരണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോൾ 100 പേരെ കിട്ടിയാൽ സന്തോഷം എന്നുള്ള അവസ്ഥയിൽ വന്നതും 2 നാൾ കൊണ്ട് ഒരുത്തനെ കണ്ടിലേറ്റ് നടത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞ പോലെ ഈ കൊറോണ വന്നതോടുകൂടി ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് 25 ദിവസം കൊണ്ട് 5 രാജ്യത്ത് പോയതാണ്. പക്ഷേ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിപ്പായി. അപ്പോൾ ഇതെല്ലാം ലോകം എങ്ങനെയാണ്? കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ഒക്കെ ആർക്കറിയാം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരൊക്കെ നാളെ അറിവ് കൊണ്ട് വലിയ വലിയ തലങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്മകൾ നേരുന്നു. BTSനെ കുറിച്ചും, ജിമിനെക്കുറിച്ചും, ബ്ലാക്ക് പിങ്കിനെ കുറിച്ചും, സൂര്യയെക്കുറിച്ചും, വിജയിയെക്കുറിച്ചും, ഏറ്റവും പുതിയ കമ്പ്യൂട്ടർ ഗെയിംസിനെ കുറിച്ചും, കാർട്ടൂൺ കഥാപാത്രങ്ങളായ ഡോറയെക്കുറിച്ചും, ചോട്ടാ ഭീമയെക്കുറിച്ചും ഒക്കെ അറിയുന്നത് പോലെ തന്നെ ലോകത്തെക്കുറിച്ചും, ഈ രാജ്യത്തെക്കുറിച്ചും, ഈ രാജ്യത്തെ പുഴകളെക്കുറിച്ചും, സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ അറിയുക. കൾച്ചർ ഈസ് ദി കൺസേൺ ഫോർ അതേഴ്സ്. കൾച്ചർ ഈസ് ദി കൺസേൺ ഫോർ അതേഴ്സ്. അപരനോടുള്ള കരുതലാണ് സംസ്കാരം. കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ. കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി ജിതേഷ് ജിയെ പൊന്നാട അണിയിക്കുന്നതിന്